നമസ്കാരം. ഞാൻ രവി കേശവൻ. ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യുന്ന സിനിമ നമ്മുടെ അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവം മായ എന്ന് പറയുന്ന ഒരു അതിമനോഹര കൊച്ചു സിനിമയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സുന്ദരം, വശ്യം, മനോഹരം എന്ന് മാത്രമേ ആ സിനിമയെ നമുക്ക് ആ സിനിമയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആദ്യമേ തന്നെ അതിൻ്റെ സബ്ജക്റ്റാണ്. അത് വളരെ അത്യപൂർവമായിട്ട് സാധാരണ നമ്മൾ മലയാള സിനിമയിൽ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ആരും കൈകാര്യം ചെയ്തിട്ടില്ലാത്തൊരു സബ്ജക്റ്റാണ് ഈ സിനിമയുടെ കഥാബീജം എന്ന് പറയുന്നത്. അങ്ങനെ വളരെ ചെറിയ ഒരു കഥാബീജം അതിമനോഹരമായ അടുക്കും ചിട്ടയിലും ഘടനയോട് ചേർന്ന ഒരു തിരക്കഥയുടെ കരുത്തിലാണ് സർവം മായ എന്ന സിനിമ അഖിൽ സത്യൻ അണിയിച്ചൊരുക്കി നമ്മുടെ മലയാള പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. നിവിൻ പോളി, റിയ ഷിബു എന്നിവർ നായികമാരായി ജീവിച്ച ഈ ചിത്രം സത്യത്തിൽ ഇരു കൈകളും നീട്ടിയാണ് മലയാള പ്രേക്ഷകരെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. എല്ലാ തിയേറ്ററുകളും നിറഞ്ഞു കവിഞ്ഞ ആളുകളെ പ്രേക്ഷകരെ കൊണ്ട് കാണുമ്പം സിനിമ കണ്ടിട്ട് ചിരിക്കുന്ന മുഖത്തോടു കൂടി പ്രേക്ഷകർ സിനിമ തിയേറ്ററിന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പം അത് അതിൽ കൂടുതൽ ഒരു വല്ലാത്തൊരു മാനസിക ആഹ്ലാദമാണ് സിനിമാ പ്രേക്ഷകർക്ക് എല്ലാവർക്കും നൽകുന്നത്. ഈ സിനിമ ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും വലിയ കഥ ഇല്ല, ഒരു ചെറിയ കഥാതന്തു. അത് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇതുവരെ മലയാള സിനിമയിൽ ആരും എടുത്ത് കൈകാര്യം ചെയ്തിട്ടില്ലാത്ത ഒരു കഥാബീജം അടുക്കും ചിട്ടയോടും കൂടി വളരെ മനോഹരമായിട്ട് അതിമനോഹരമായിട്ട് അങ്ങനെ അതിമനോഹരമായ ചാരുതയാർന്ന ഫ്രെയിമുകളിൽ അങ്ങനെ ഒരു സിനിമ വിന്യസിപ്പിച്ചെടുക്കാനായിട്ട് തീർച്ചയായിട്ടും അഖിൽ സത്യൻ്റെ പിന്നിൽ ഒരു വലിയ കരുത്തായിട്ട് എൻ്റെ ക്യാമറാമാൻ ശരവൺ വേലായുധൻ നായർ എന്ന് പറഞ്ഞ ആ യുവാവിൻ്റെ ഒരു കഠിന പ്രയത്നം നമ്മൾ ശ്ലാഘനീയമാണ്. അത് എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. അതിമനോഹരമായ ഫ്രെയിമുകൾ, അതിസൂക്ഷ്മതയോടുകൂടിയുള്ള ചലനങ്ങളോടുകൂടിയുള്ള ദൃശ്യ ആവിഷ്കാരം. നമ്മൾ ആ സിനിമ 147 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള സിനിമ തുടങ്ങി തീരുന്നവരെ നമ്മൾ ഒന്നും അറിയാതെ വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖത്തോട് മാത്രം നമുക്ക് ആ സിനിമ കണ്ടിറങ്ങാൻ പറ്റുള്ളൂ. എന്നാൽ ഇതിനകത്ത് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ചെറിയ ഹ്യൂമറുണ്ട്. അതോടൊപ്പം തന്നെ ഈ അശ്ലീലമോ ദ്വയാർത്ഥം വരുന്ന രീതിയിലുള്ള പദങ്ങളുടെ ഉപയോഗമോ അങ്ങനെ യാതൊന്നുമില്ലാത്ത കുടുംബസമേതം സന്തോഷത്തോടെ കണ്ടിരിക്കാൻ ഒരു നല്ല കൊച്ചു മനോഹര ചിത്രമാണ് സർവം മായ എന്ന അഖിൽ സത്യൻ്റെ സിനിമ. അഖിൽ സത്യന് ഇതിനു മുമ്പൊരു സിനിമ ചെയ്തിരുന്നു 2023 ഫഹദ് ഫാസിലിനെ നായകനാക്കിയിട്ട് പാച്ചുവും അത്ഭുതം വിളക്കുന്നു. ആ സിനിമ തിയേറ്ററിൽ പരാജയമായിരുന്നു സാമ്പത്തികമായിട്ട്. പക്ഷേ ഈ രണ്ടാമത്തെ സിനിമ എടുത്തു പറയാം, അടിവരയിട്ട് പറയാം, അഖിൽ സത്യൻ്റെ ഒരു തിരിച്ചു വരവ് കൂടിയാണ്. അതോടൊപ്പം തന്നെ നിവിൻ പോളിയുടെ ഏതാണ്ട് 2 വർഷത്തോളം നിവിൻ പോളി സിനിമ ഇല്ലാതെ മലയാള സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. അതിനുശേഷം നിവിൻ പോളിയുടെ തിരിച്ചു വരവ് കൂടിയാണ് ഈ പറഞ്ഞ സർവം മായ എന്ന് പറഞ്ഞ അതിമനോഹരമായ കൊച്ചു സിനിമ. ഇതിനകത്ത് ഈ നിവിൻ പോളി, റിയ ഷിബു എന്നിവരോടൊപ്പം തന്നെ ഒരുപിടി കൊച്ചു കഥാപാത്രങ്ങൾ കൂടി നമ്മുടെ മലയാള സിനിമയിൽ ഇതിലേക്ക് ഉണ്ട്. പ്രിറ്റി മുകുന്ദൻ, ജനാർദ്ദനൻ, വിനീത്, അജു വർഗീസ്, രഘുനാഥ് പലേരി, അൽത്താഫ്, ഇങ്ങനെ ഒരുപിടി വളരെ കുറച്ച് കഥാപാത്രങ്ങളെ മാത്രം അണിനിരത്തിക്കൊണ്ടാണ് ഈ കൊച്ചു മനോഹര ചിത്രം അഖിൽ സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു ഘടകം ആദ്യമായി പറഞ്ഞ അതിൻ്റെ ക്യാമറയാണ്. രണ്ടാമത് എഡിറ്റിങ്ങാണ്. എഡിറ്റിങ് 2 പേർ ചേർന്നാണ്. ഒന്ന് രാജൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ എഡിറ്ററുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ കൂടുതൽ പ്രാമുഖ്യത്തോടു കൂടി തന്നെ ഈ സംവിധായകൻ അഖിൽ അതിനകത്ത് എഡിറ്റിങ്ങിനകത്ത് വലിയൊരു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ചില 2-3 ഷോട്ടുകളിൽ നിന്ന് സസൂക്ഷ്മം സിനിമ വാച്ച് ചെയ്യുന്ന പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ച് നായിക ഒരു വാഹനം അപകടത്തിൽപ്പെടുന്ന സമയത്തുള്ളൊരു എഡിറ്റിങ് അതിഗംഭീരം, എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ സംവിധാനം, തിരക്കഥ, അതിനു മുമ്പ് കഥാബീജം, അത്ഭുതപ്പെടുന്നൊരു കഥാബീജം, അതിമനോഹരമായ തിരക്കഥ, അതിന് ചാരുതയാർന്ന ദൃശ്യ ആവിഷ്കാരം, ശബ്ദമിശ്രണം, എഡിറ്റിങ്, ഇങ്ങനെ അനവധിയായ സാങ്കേതിക ചേരുവകൾ അതിസൂക്ഷ്മതയോടുകൂടി അതിമനോഹരമായി ചേർത്ത് അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഒരു കൊച്ചു നല്ല സിനിമയാണ് അഖിൽ സത്യൻ്റെ സർവം മായ എന്ന് പറഞ്ഞ സിനിമ. എല്ലാവരും ആ സിനിമയെ കണ്ട് അതിന് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും നൽകേണ്ട സിനിമയാണ്. സത്യത്തിൽ ശ്രീനിവാസൻ, ലോഹിദാസ് എന്നിവർക്ക് ശേഷം
മലയാള തനിമയുള്ള, മലയാള സംസ്കാരത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു പുതിയ കലാകാരനെ കൂടി അഖിൽ സത്യൻ എന്ന് പറയുന്ന സംവിധാനം കൂടി മലയാള സിനിമയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. എല്ലാ പ്രേക്ഷകരും വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനം നൽകി വിജയിപ്പിക്കേണ്ട ഒരു ചിത്രമാണ്. കുടുംബസമേതം സധൈര്യം കണ്ട് ആസ്വദിക്കാവുന്ന ഒരു സിനിമയാണ് സർവ്വം മായ. അപ്പോൾ ഞാൻ ആ സിനിമയെ ഈ തരണത്തിൽ ഈ രീതിയിൽ അതിനെ റിവ്യൂ ചെയ്യുകയാണ്. നല്ല ഒരു സിനിമ പ്രദാനം ചെയ്ത അഖിൽ സത്യനിൽ നിന്നും കൂടുതൽ നല്ല സിനിമകളും നമുക്ക് കൂടുതൽ പുതുമ നൽകുന്ന വിഷയങ്ങൾ, സബ്ജക്റ്റുകൾ, അതിമനോഹരമായ തിരക്കഥാ കരുത്തിലൂടെ അതിലധികം അതിഗംഭീരമായ ചലച്ചിത്ര ദൃശ്യ ആവിഷ്കാരത്തിലൂടെ മലയാള സിനിമയെ സമ്പുഷ്ടമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുക കൂടി ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.